നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ യാക്കോബിൻ്റെ മകനായ ജോസഫിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈജിപ്തിലെ രാജാവിൻ്റെ പടത്തലവനാണ് പൊത്തിഫർ. യാക്കോബിൻ്റെ മക്കളിൽ നിന്നും ജോസഫിനെ വിലയ്ക്കു വാങ്ങിയ കച്ചവടക്കാർ ജോസഫിനെ ഈ പട്ടാളത്തലവനായ പൊത്തിഫറിന് വിറ്റു. ജോസഫിൻ്റെ ലക്ഷണയുക്തമായ ആകൃതിയും വിശ്വസ്തമായ പെരുമാറ്റവും പൊത്തിഫറിനെ വളരെ സന്തോഷവാനാക്കി, വളരെ തൃപ്തനാക്കി. ജോസഫിനോട് വലിയ വിശ്വാസം തോന്നി. ഒടുവിൽ അദ്ദേഹം സ്വന്തം വീട്ടുഭരണം പോലും ജോസഫിനെ ഏൽപ്പിച്ചു. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വലിയ അസൂയയായി. ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റമായിരുന്നു. പിന്നീട് അസൂയയും ശത്രുതയുമായി. അവനെപ്പറ്റി ഭർത്താവിനോട് അവൾ നുണ പറഞ്ഞു. തൻ്റെ ഭാര്യയുടെ വാക്ക് വിശ്വസിച്ച് പൊത്തിഫർ ജോസഫിനെ ജയിലിലടച്ചു. ജയിലിലും ജോസഫിന് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉണ്ടായത്. ജയിൽ സൂപ്രണ്ട് ജോസഫിനെ കുറേ ജയിൽ പുള്ളികളുടെ സൂക്ഷിപ്പുകാരനാക്കി മാറ്റി. രാജകൊട്ടാരത്തിലേക്ക് റൊട്ടി നൽകുന്ന അപ്പക്കാരനും അവിടുത്തെ അടുക്കളക്കാരനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഈ അപ്പക്കാരൻ്റെയും അടുക്കളക്കാരൻ്റെയും മുഖത്ത് വല്ലാത്തൊരു ദുഃഖഭാവം ജോസഫ് കണ്ടു. ജോസഫ് അവരോട് കാര്യമന്വേഷിച്ചു. തലേന്ന് രാത്രി അവർ രണ്ടുപേരും ഓരോ ചീത്ത സ്വപ്നം കണ്ടു എന്നും അതുകൊണ്ടുള്ള ഉത്കണ്ഠയാണ് അവരെ വിഷമത്തിലാക്കിയതെന്ന് ജോസഫ് മനസ്സിലാക്കി. നിങ്ങൾക്കുണ്ടായ സ്വപ്നം എന്താണെന്ന് പറയൂ, ദൈവാനുഗ്രഹം കൊണ്ട് ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് ജോസഫ് അവരോട് പറഞ്ഞു. 3 ശിഖരങ്ങളുള്ള ഒരു മുന്തിരിവള്ളിയാണ് വെപ്പുകാരൻ സ്വപ്നത്തിൽ കണ്ടത്. അവ മൊട്ടിട്ട് പുഷ്പിച്ച് പാകമായ മുന്തിരിങ്ങ പുറപ്പെടുവിച്ചു. ഫറവോൻ രാജാവിൻ്റെ പാനപാത്രം അവൻ്റെ കയ്യിലായിരുന്നു. അവൻ മുന്തിരിപ്പഴം പറിച്ചെടുത്ത് ആ പാനപാത്രത്തിൽ പിഴിഞ്ഞ് പാത്രം ഫറവോന് കൊടുത്തു. ഇനി അപ്പക്കാരൻ്റെ സ്വപ്നം എന്താണെന്ന് പറയാം. അവൻ്റെ തലയിൽ ഭക്ഷണ സാധനങ്ങളുള്ള 3 കുട്ടയുണ്ടായിരുന്നു. മുകളിലുള്ള